ഹായ്, എല്ലാവർക്കും സുഖമാണെന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഇന്ന് ഞാൻ വീഡിയോ ചെയ്യുന്നുണ്ടല്ല, നിങ്ങളെല്ലാവരും ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ്. അതായത് സ്വർണം വാങ്ങാൻ പോകുമ്പോൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യത്തെക്കുറിച്ച് പറയാൻ വേണ്ടിയിട്ടാണ് ഇന്നത്തെ വീഡിയോ ഞാൻ ചെയ്യുന്നത്. അപ്പോൾ എൻ്റെ കയ്യിൽ ഒരു സാധനം നിങ്ങൾ കണ്ടല്ല, അപ്പം ഇതാണ് ഇന്നത്തെ വിഷയം. അതായത് ഇതുണ്ടല്ല, പഴയ സ്വർണ്ണം എക്സ്ചേഞ്ച് ആക്കാൻ വന്ന ഒരു കസ്റ്റമറെ സ്വർണ്ണമാണ് കേട്ടോ. ഇത് അവരറിയാണ്ട് അവരെ കയ്യിൽ നിന്ന് നമ്മളെ ഷോപ്പിൽ മിസ്സായി. അപ്പോൾ ഇതാണ് കാര്യം. അപ്പോൾ നിങ്ങളെല്ലാവരും ഈ വീഡിയോ കാണുന്ന എല്ലാവരും ഉണ്ടല്ല, ഇനി മുതൽ ജ്വല്ലറി പോകുമ്പോണ്ടല്ല വളരെയധികം ശ്രദ്ധിക്കണം എന്നുള്ളതാണ് പറയാനുള്ളത്. കാരണം ഇതെങ്ങനെ ഇവിടെ ആയെന്നുള്ള കാര്യം ഞാൻ പറഞ്ഞുതരാം. അതായത് നമുക്കൊരു 3-4 ദിവസം മുമ്പ് ഒരു കസ്റ്റമർ വന്നിരുന്നു. അപ്പോൾ അവർ സ്വർണ്ണമെല്ലാം ഒരുപാടുണ്ടായിന്. അപ്പോൾ അതെല്ലാം മാറ്റുന്ന സമയത്ത് ഇത് ടെസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മളെ അനലൈസർ ഉണ്ടല്ലോ, ഞാൻ കാണിച്ചല്ല അനലൈസർ ഉണ്ടല്ലോ, അനലൈസറിൽ വെച്ചതാണ് ആര്, നമ്മളെ ഷബീറാണ് വെച്ചത്. അപ്പോൾ ഷബീർ അനലൈസറിൽ വെച്ച് എന്നിട്ടോ അപ്പോഴത്തേക്ക് വേറെ ഒരുപാട് സാധനം പഴയത് വേറെ അവരല്ലേ രണ്ടാമത് കുറച്ച് സാധനം തന്ന് കുറെ കൂടെ ഒരാളുണ്ടായി. അപ്പോൾ അവരങ്ങനെ സ്വർണ്ണം കുറെ വെച്ച് അപ്പോൾ ഇവനത് വെച്ചത് മറന്നുപോയി. സാധനം ഇവിടെ തന്നെയായി. നമ്മൾ കാണുന്നതോ പിറ്റേന്ന് നോക്കുമ്പോൾ അന്ന് ഒരുപാട് കസ്റ്റമർ വന്നു. അപ്പോൾ ഇത് ആരതാണ് നമുക്ക് ഡൗട്ട് തിരിയുന്നില്ലേ. ആ സമയത്ത് നമ്മൾ ക്യാമറേൻ്റെ വയറിൽ മാറ്റിയല്ലേ, ഫൈബറിൻ്റെ വയറാക്കിയിരുന്നു. നമ്മൾ ആദ്യം BSNL വയറായിരുന്നു. അപ്പോൾ ക്യാമറ സ്പീഡില്ലാത്തതുകൊണ്ട് ഫൈബറിൻ്റെ കേബിൾ ഇട്ടതിന് ശേഷം അത് നമ്മൾ ഓപ്പൺ ആക്കാൻ കുറച്ചൊരു ബുദ്ധിമുട്ടുണ്ടായിരുന്നു. നമ്മളെന്നിട്ട് ഇന്നാണ് ക്യാമറ ചെക്ക് ചെയ്യുന്നത്. അപ്പോൾ ആളെ കിട്ടി. അത് ഷബീർ അറ്റൻഡ് ചെയ്തൊരു കസ്റ്റമറിൻ്റെ ആയിരുന്നു. അപ്പോൾ നമ്മൾ ഷബീറിന് ഡൗട്ട് ഇത് ആരതാണെന്നൊരു ഡൗട്ടേ, പക്ഷെ ക്യാമറ നോക്കി അത് ഉറപ്പായി. ഇനിയിപ്പോൾ അവരെ വിളിച്ച് പറയണം. അപ്പോൾ ഷബീർ അതെങ്ങനെയാണ് അബദ്ധം പറ്റിയ ശരിക്ക്? അത് ഫസ്റ്റ് അവര് തന്നിട്ടുണ്ടായിരുന്നു. അപ്പൊ ഇതിൽ മാത്രം ഹോൾമാർക്ക് ഉണ്ടായിരുന്നില്ല. അപ്പൊ അത് മാത്രമാണ് വെച്ചിട്ടുണ്ടായിരുന്നത്. ബാക്കിയുള്ള കണക്കൂട്ടി അതിന്റെ ഇടയിൽ മറ്റേ ഒന്നിച്ച് വന്ന കസ്റ്റമർ കുറെ പഴയതൊക്കെ തന്ന് അങ്ങനെ രണ്ടും കൂടി എല്ലാം കൂടി ബില്ലാക്കുമ്പോൾ ഇവിടെ വെച്ചത് മറന്നുപോയി. ഇതാണ് സംഗതി. അതായത് നിങ്ങൾ എപ്പോഴും ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ്. ഇതുപോലെ മിസ്സാവാനുള്ള ചാൻസ് വളരെയധികം. കാരണം ചെറിയ ചെറിയ പീസ് ഉണ്ടാകും, കുറേ കാര്യങ്ങളുണ്ടാകും. അപ്പോൾ നിങ്ങൾ വീട്ടിൽ നിന്ന് കൊണ്ടുവരുമ്പോൾ തൂക്കം നോക്കിയിട്ട് തൂക്കം നോക്കുന്നുണ്ടാവുക, ചിലപ്പോൾ ടെസ്റ്റിങ്ങിലൊക്കെ ആയിട്ട് തൂക്കം നോക്കുന്നുണ്ടാവുക. അതൊന്നും പാടില്ല. നിങ്ങളെ കയ്യിലുള്ള സ്വർണ്ണം ജ്വല്ലറിയിൽ എക്സ്ചേഞ്ച് ചെയ്യാൻ വന്ന എന്നേരം തന്നെ ഉണ്ടല്ലോ, അപ്പോൾ തന്നെ ഇതിന്റെ തൂക്കം ഒരു പാത്രത്തിലിട്ട്, ത്രാസ് ഉണ്ടല്ലോ, ത്രാസിൽ ഒരു പാത്രം ഉണ്ടാവും, അത് മൊത്തത്തിൽ അതിൻ്റെ അതിട്ട് തൂക്കം ആദ്യം നിങ്ങൾ എഴുതി വാങ്ങണം. എന്നിട്ട് അവസാനം നിങ്ങൾ ബില്ല് ചെക്ക് ചെയ്യാൻ വേണം. കാരണം ഈ തൂക്കുന്നതിൻ്റെ ഇടയിൽ ഇപ്പോൾ ഇത് ഒരു വലിയ ലോക്കറ്റ് വരെ മിസ്സായി. അതുപോലെ അതിൻ്റെ ചെറിയ കൊക്കകൾ, ചെറിയ അതിൻ്റെ ബാക്ക് വൈപ്പത്തെല്ലാം ഉണ്ടെങ്കിൽ അതെല്ലാം വീണ് പോയാലുണ്ടല്ല, ഒരിക്കലും നിങ്ങൾക്ക് മനസ്സിലാവില്ല. അപ്പോൾ ഞാൻ പറയുന്ന പോലെ ചെയ്യുക. വന്ന പാട് ത്രാസിൽ ഇട്ട് മൊത്തം തൂക്കം എഴുതി വാങ്ങണം. കാരണം പൊടി പോലത്തെ സാധനമൊക്കെ എക്സ്ചേഞ്ച് ചെയ്യാൻ വരുന്ന ആൾക്കാരാണെങ്കിലാണ് ഇത് ചെയ്യേണ്ട. പ്രത്യേകിച്ച് ഇനി വലിയ സാധനമല്ല, ചെയിനായാലും എന്തെന്നായാലും കൊണ്ടുവരുമ്പോൾ ഒന്ന് തൂക്കുന്നത് നല്ലതാണ്. കാരണം ഈ ചെയിനൊക്കെ ഉണ്ടല്ലോ, ചെയിന് അതുപോലെ നീട്ടുള്ള സാധനമാണെങ്കിൽ ചൂടാക്കാൻ വേണ്ടിയിട്ട് അകത്തുണ്ടാവും. അപ്പോൾ ആ സമയത്ത് ചൂടാക്കുന്ന സമയത്ത് ഇതിൻ്റെ കണ്ണ് ചിലപ്പോൾ ഉരുകി പോയിട്ട് പീസ് ആവും. പീസ് ആവുന്ന സമയത്ത് അതിൻ്റെ അതൊരു പീസ് മിസ്സായാൽ മതി, നിങ്ങൾക്ക് തിരിയില്ല. പിന്നെ വേറൊരു കാര്യം കൂടി നിങ്ങൾ ചെയ്യണം. എന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾ ചെയിനായാലും എന്ത് സാധനമായാലും വീട്ടിൽ നിന്നുണ്ടല്ലോ ഒരു ഫോട്ടോ എടുക്കുക. എന്നിട്ട് ഇവിടെ കൊണ്ടുവന്നിട്ട് എക്സ്ചേഞ്ച് ആക്കിയതിന് ശേഷം ആ പഴയതിൻ്റെ ഫോട്ടോ എടുക്കണമെന്നിട്ട് എല്ലാം നേരത്തെ വെച്ചിട്ട് ഒരു ഫോട്ടോ എടുക്കും. എന്നിട്ട് അതിൻ്റെ അകത്തുള്ള എണ്ണം കറക്റ്റാണെന്നുള്ളത് കൂടി നോക്കിയാലുണ്ടല്ല, പിന്നെ ഗ്യാരണ്ടിയായി. സാറിന് മിസ്സായാലും നിങ്ങൾക്ക് മനസ്സിലാവും, തൂക്കം കുറഞ്ഞാലും നിങ്ങൾക്ക് മനസ്സിലാവും എനിക്ക് പറയാനുള്ളത്. അപ്പോൾ എല്ലാവരും ഈ കാര്യം ശ്രദ്ധിക്കുക. ഏതായാലും നമ്മുടെ ഈ കസ്റ്റമറെ ഞാനൊന്ന് വിളിച്ചിട്ട് അവരെ ഞാൻ നിങ്ങളൊന്ന് കാണിച്ചു തരാം അവരെ. കാരണം അവർക്ക് അബദ്ധം പറ്റാൻ കാരണം എന്താണെന്നുള്ളത് കൂടി അവർ പറയണമല്ലോ. അപ്പോൾ ഞാൻ അവരെ നിങ്ങളെ വീഡിയോയിൽ കാണിച്ചു തരാം കേട്ടോ. എന്തായാലും ഞാൻ വിളിക്കാം അവരെ. അപ്പം ഞാനൊന്ന് ഇവരെ വിളിക്കട്ടെ. ഇവരെ പേരുണ്ടല്ല, ബിന്ദു എന്നാണ് പേര്. നാറാത്താണ് സ്ഥലം, ഇവിടെ അടുത്ത് തന്നെയാണ്. അപ്പോൾ ഇവരെ ഭർത്താവ് നമ്മളെ അടുത്തൊരു സുഹൃത്താണ്. ഒരു പറശ്ശിനിക്കടവ് ഒരു ഹോട്ടൽ നടത്തുന്നുണ്ട് കേട്ടോ. ഹോട്ടലിൻ്റെ പേര് എനിക്ക് ഓർമ്മയില്ല. എന്തായാലും പറശ്ശിനിക്കടവ് ഇറങ്ങുന്നിടയ്ക്ക് തന്നെ ഒരു ഹോട്ടലുണ്ട് നടത്തുന്നത്. അപ്പോൾ ഓരോന്ന് വന്നിട്ടില്ല, ഇവരാ വന്നത് കേട്ടോ. അന്ന് കുറച്ചധികം ആൾക്കാരുണ്ടായില്ലേ ഷബീറെ, കുറച്ച് തിരക്കുണ്ടായിനി. ഏതായാലും ഒന്ന് വിളിച്ചു നോക്കട്ട്, ഇവരെ കിട്ടുമോ നോക്കാമല്ലോ. ശരിക്ക് അത് നല്ലൊരു പൈസയുള്ള സാധനമല്ലേ ഷബീറെ? റിങ് ചെയ്യുന്നില്ല. ഇതിനെത്ര വിലയുണ്ടാവും? വിജയ്, ഇതിൻ്റെ വിലയൊന്ന് കൂട്ടി വയ്ക്കട്ടെ. ഇതിൻ്റെ വില ഞാൻ പറഞ്ഞുതരാം അല്ലേ. തൂക്കം 2,350 തൂക്കം കേട്ടാ. എത്ര വില? 21,000 റുപ്യേൻ്റെ സാധനമാണ് ഇത് കേട്ടാ. സ്വർണ്ണത്തിന് ഇപ്പം വില കൂടെ ഉണ്ട്. ചെറിയൊരു കഷ്ണമായാലും വലിയ വിലയല്ലേ. അപ്പോൾ എല്ലാവരും ശ്രദ്ധിക്കുക. റിങ് ചെയ്യുന്നുണ്ട് കേട്ടാ, എടുക്കുന്നില്ല. ഹലോ, ഇത് ബിന്ദു വെച്ചല്ലേ? ബിന്ദു വെച്ചത് ജീസൺ സ്കൂളിൽ നിന്ന് വിളിക്കുന്നേ. അത് നിങ്ങൾ ഇന്നാലും സ്വർണ്ണം വാങ്ങാൻ വന്നില്ലായിരുന്നോ? ചെയിന് വാങ്ങുമ്പോൾ നിങ്ങളൊരു ലോക്കറ്റ് എക്സ്ചേഞ്ച് ആക്കി തന്നില്ലേ, എന്നൊരു താലിച്ചപ്പ് ഉണ്ടായില്ലല്ലേ, ഓർമ്മയില്ലേ? എന്നാല് ആ താലിച്ചപ്പുണ്ടല്ല നമ്മൾ തൂക്കിയില്ല കേട്ടാ. നമ്മള് ആ മിഷൻ്റെ ഉള്ളിൽ ടെസ്റ്റ് ചെയ്യാൻ വെച്ചില്ലായിരുന്നോ?
അപ്പോൾ ആയിട്ടുള്ള എടുക്കാൻ മറന്നു ഇനി നമ്മളെ ഷെബീറായിരുന്നു അറ്റൻഡ് ചെയ്തത്. അപ്പോൾ ഇത് സാധനം കിട്ടി അന്ന് പിറ്റേന്ന് നമുക്ക് കിട്ടീനെ, പക്ഷെ ഇത് ആരതാന്ന് നമുക്കൊരു ഡൗട്ട്, കാരണം ഒരുപാട് കേസ് അന്ന് വന്നിനി. അപ്പോൾ ഇത് ഒരു ഡൗട്ടായിട്ട് നമ്മളങ്ങനെ ഇപ്പോൾ ക്യാമറ ചെക്ക് ചെയ്തപ്പോൾ നിങ്ങളെ കണ്ടേ. അപ്പോൾ അല്ലല്ല, ഇത് അറിയാത്തവർക്കാണ് ഈ അബദ്ധം പറ്റുക. അപ്പോൾ അതെ അതെ അതെ, തൂക്കല് കൃത്യമായിട്ട് നോക്കണം. അപ്പൊ അത് നിങ്ങൾ നോക്കിയാൽ തന്നെ നമുക്ക് നേരം തന്നെ കിട്ടുമായിരുന്നു, പക്ഷെ നിങ്ങളത് നോക്കിയിട്ടില്ല, നമ്മളത് ശ്രദ്ധിച്ചിട്ടില്ല, അതാ പറ്റിയ. ഏതായാലും ആ താലി എടുത്ത് തന്നെ ഉണ്ട്. എത്ര തൂക്കത്രത് ഇവിടെ കാപ്പനിലധികം ഉണ്ട് സാധനം കേട്ടാ. നമ്മൾ ഇന്നാണ് ക്യാമറക്ക് ചെറിയ കംപ്ലൈന്റ്, അപ്പൊ ഇന്നാണ് ക്യാമറ ചെക്ക് ചെയ്തപ്പോൾ ക്ലിയർ ആയ ആളെ കാണുന്നത്. അപ്പൊ നിങ്ങളിപ്പോ വരുന്നത് ഇന്നിങ്ങോട്ടേക്ക് വരുന്നുണ്ടാ? സൗകര്യം നോക്കിട്ട് വന്നല്ല, അങ്ങോട്ട് കൊടുത്തുവിടണ, നിങ്ങളെ വീട്ടിലേക്ക് കൊടുത്തുവിടാ. ബ്രേസ്ലെറ്റ് ഓർഡർ ഇട്ടതോ അല്ലേ? ആ, എന്നാ പിന്നെ ഇത് അതിന്റെ അഡ്വാൻസ് ആക്കിയാ മതിയാ? അതെ അതല്ലേ. എന്നാ പിന്നെ നിങ്ങള് ബ്രേസ്ലെറ്റ് ആയിനാ? ഇന്നെത്തു? എത്ര മണിക്ക് എത്തുക? ഓ, അത് ഇന്നെത്തും കേട്ടാ. വൈകുന്നേരം അതെ, എന്നാ പിന്നെ വൈകുന്നേരം അങ്ങോട്ട് വിളിക്കും, വന്നോടെ അന്നേരം വന്നാൽ മതി. ലോക്കറ്റ് അന്നേരം നമുക്ക് അതിന്റെ പേരെ മൈനസാക്കിയാൽ മതിയല്ല. എന്നാ അങ്ങനെ എന്തായാലും സോറി കേട്ടാ, നമ്മളെ സ്റ്റാഫിന് പറ്റിയൊരു അബദ്ധമാണ്. അപ്പൊ അങ്ങോട്ട് സോറി പറയാ. അല്ല, അത് നമുക്ക് വലിയൊരു അബദ്ധമാണ്. ഞാൻ ഇവന്റെ ശമ്പളത്തിന് പൈസ ഇട്ടാക്കാനുള്ള പരിപാടിയാണ്, ഇങ്ങനെ അബദ്ധം പറ്റിയത്. ഞാൻ പറഞ്ഞ അല്ല, ഇത് വലിയ തെറ്റല്ലേ? അപ്പൊ ഇത് വലിയ തെറ്റായിപ്പോയി. ഇത് ഇങ്ങനെ ചെയ്യാൻ ഇങ്ങനെ ഒരു അബദ്ധം പറ്റാൻ പാടില്ല. അപ്പോൾ ഓനെ ഞാൻ ഫൈനൊക്കെ ഇട്ടിട്ടുണ്ട്. അപ്പോൾ അത് നിങ്ങളോട് പറയുന്നല്ലേ, ഞാൻ പറയാം ഓരോ തെറ്റ് ഓൻ്റെ ഭാഗത്താണ്. അപ്പോൾ ഓനെ ഞാൻ ശിക്ഷ കൊടുത്തിട്ടുണ്ടെന്ന് പറയാം കേട്ടാ. അപ്പോൾ നിങ്ങളെന്നാ വൈകുന്നേരം വന്നാൽ മതി കേട്ടാ ചേച്ചി. ശരി ശരി, ഓക്കെ ഓക്കെ. ഓറ് വളരെയധികം ഹാപ്പി കേട്ടാ. ഓറ് അതിനെപ്പറ്റി സംസാരിച്ചു പോലും, വേറെ ആൾക്കാർക്ക് സംസാരിച്ചെന്നുള്ള അതൊരു സംശയം പോലെ കേട്ടാ. അപ്പോൾ ഇതാണ് കാര്യം. അപ്പോൾ ഓരെന്തായാലും ഇന്ന് വൈകുന്നേരം വരും. ഞാനപ്പോൾ വൈകുന്നേരം വന്നാലും ഓറെ ഞാൻ ജസ്റ്റ് ഒന്ന് വീഡിയോ അനുവാദം ചോദിച്ചിട്ട് വീഡിയോയിൽ കാണിച്ചു തരാമെന്നാണ് വിചാരിക്കുന്നത് കേട്ടോ. എന്തായാലും നമുക്കും വലിയൊരു ആശ്വാസമല്ലേ ഷബീറ? കാരണം ഇത് ആരതാന്ന് എന്താണെന്നൊരു ഡൗട്ട്, ക്യാമറയാണെങ്കിലേ പറ്റിക്കുകയും ചെയ്ത്. അപ്പോൾ ഏതായാലും ആളെ കിട്ടിയതിൽ നമുക്കും വലിയ സന്തോഷം. അപ്പോൾ എല്ലാവരും ഇനി സ്വർണം വാങ്ങുമ്പോൾ ഏറ്റവും കൂടുതൽ നമ്മൾ എക്സ്ചേഞ്ച് ചെയ്യുന്നതെങ്കിൽ ശരിക്കും ശ്രദ്ധിച്ചിട്ട് എക്സ്ചേഞ്ച് ചെയ്യുമ്പോൾ ഞാൻ പറഞ്ഞ ഫോട്ടോ എടുത്ത് അതിൻ്റെ തൂക്കം കൃത്യമായിട്ട് കൊണ്ടുവന്നപാട് നോക്കണം. കൊണ്ടുവന്ന് തൂക്കമെല്ലാം ഇത് ടെസ്റ്റെല്ലാം കഴിഞ്ഞിട്ട് തൂക്കം നോക്കാൻ പാടില്ല, കൊണ്ടുവന്നപാട് തൂക്കം നോക്കുക. അതിന് ശേഷം അനലൈസറിൽ ടെസ്റ്റ് പരിപാടിയൊക്കെ ചെയ്യാമെന്നാണ് എനിക്ക് പറയാനുള്ളത്. അല്ല ഒരു മിനിറ്റ്, ഒരാൾ വെറുതെ കുറേ സമയം ഇതാ സുധി നീ പണ്ട് ജ്വല്ലറിയിൽ എക്സ്ചേഞ്ച് ചെയ്യുമ്പോൾ എങ്ങനെയാണെന്ന് ചെയ്യൽ ഇതുപോലെയാണോ? ഞാൻ ഇതുവരെ എക്സ്ചേഞ്ച് ചെയ്യാൻ പോയിട്ടില്ല. ഓളെ അച്ഛന് പണ്ട് സ്വർണ്ണത്തിന്റെ പണി എടുത്തിട്ട് അതുകൊണ്ട് സ്വർണ്ണെല്ലാം അച്ഛൻ ഉണ്ടാക്കി കൊടുക്കുന്നുണ്ട്, എക്സ്ചേഞ്ച് ചെയ്യാനൊന്നും പോകേണ്ട വന്നിട്ടില്ലല്ലേ? എന്നാലും ഇതുപോലെ ഇതിന്റെ ചങ്ങാഴ്ചമാർക്കെല്ലാം പറഞ്ഞു കൊടുക്കണം കേട്ടോ സംഗതി. പൊതുവേ പെണ്ണുങ്ങന്മാർ സ്വർണം മാറ്റാൻ വന്നിട്ടല്ല, ഈ പഴയ സാധനത്തോട് മാറ്റേണ്ട ആവശ്യമൊന്നും ഉണ്ടാവില്ല അല്ലേ? അത് കുറച്ച് പോളിഷ് വരുന്ന ചെറുങ്ങനെ ഒട്ടിയുണ്ട്. അപ്പം എന്താണ് ഇത് മാറ്റണം എന്ന് ഇതിനൊരു മടുത്തിട്ട് വരും. പിന്നെ എക്സ്ചേഞ്ച് ചെയ്യുമ്പോൾ നല്ല ഈ സാധനം നോക്കില്ല, പിന്നെ നോട്ടം കംപ്ലീറ്റ് പുതിയതിൻ്റെ മുകളിലായിരിക്കും. അപ്പോൾ ഇത് എക്സ്ചേഞ്ച് ചെയ്യുമ്പോൾ അത്ര തൂക്കം ഒന്നും ശ്രദ്ധിക്കാൻ സമയം ഉണ്ടാവില്ല, എല്ലാം നോട്ടം മറ്റേലേക്ക് പോകുന്നത്. എല്ലാവരും അല്ലേ, ചില ആൾക്കാരൊക്കെ നല്ല കറക്റ്റായിട്ടല്ലേ ശാലിനി? ചില കസ്റ്റമർ നല്ല കറക്റ്റായിട്ട് അല്ലേ വെയിറ്റെല്ലാം കറക്റ്റ് നോക്കുമല്ല, കണക്കും കാര്യമെല്ലാം അറിയുന്നതാണ് ചില കസ്റ്റമർ. പക്ഷേ ചില ആൾക്കാർ ഇതുപോലെ വന്നിട്ട് കൊടുത്ത് പുതിയത് പഴയത് നിങ്ങൾ എന്തോ ആക്കിയോ ഒന്നും ശ്രദ്ധിക്കില്ല. അപ്പോൾ എന്തായാലും പഴയതാണ് നിങ്ങൾ കൂടുതൽ ശ്രദ്ധിക്കേണ്ടത്. കാരണം അതിൻ്റെ അകത്ത് നേരിയ കണ്ണികളുണ്ടെങ്കിൽ അതെല്ലാം മിസ്സായ പൈസ ചില്ലറയൊന്നുമല്ല, ഇന്നത്തെ വില വെച്ച് വലിയ വിലയാണ്. പിന്നെ ഞാൻ പറഞ്ഞില്ലേ ഈ മിസ്സാവലുണ്ടല്ലോ, ഇപ്പം ഞാൻ പറയില്ല, ഇപ്പോൾ ഒരു ഷോപ്പിൽ ഒരുപാട് സ്റ്റാഫ് ഉണ്ടാവും, എല്ലാവരും പല സ്വഭാവമുള്ള ആൾക്കാരായിരിക്കും. ഞാൻ പറയുന്നത് ഒരു സ്റ്റാഫിൻ്റെ ആയിരുന്നു, ചിലപ്പോൾ സ്റ്റാഫ് മനഃപൂർവ്വം നിലത്തിടാനും മതി കേട്ടാ. ഷെബീർ എന്നെ ഉദ്ദേശിച്ച് പറഞ്ഞല്ലോ കേട്ടാ, ഷെബീർ അത് ക്യാമറ അടിക്കുന്നത്. ഞാൻ പറയാ ഒരു പഴയ സ്വർണ്ണം എക്സ്ചേഞ്ച് ചെയ്യാൻ പറ്റുന്നത് തൂക്കുന്നതിൻ്റെ ഇടയിൽ ഒരു കണ്ണി അവന് കുറച്ച് പൈസേൻ്റെ ആവശ്യമുണ്ട്, ഒരു കൊക്കയോ കണ്ണെടുത്ത് നിലത്തിടുന്നു, എന്നിട്ടോ തൂക്കി കഴിഞ്ഞിട്ടാകുമ്പോൾ ഇത്രയും തൂക്കുള്ളത് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾക്ക് തിരിയില്ല. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് കൃത്യമായിട്ട്. ഞാൻ പറഞ്ഞേ, ഞാൻ ഈ സെയിൽസ്മാൻമാർ അല്ലെങ്കിൽ ജ്വല്ലറി സ്റ്റാഫിനെ കുറ്റം പറയുന്നതല്ല, എന്നാലും അതിനുള്ള ചാൻസ് ഉണ്ട്. എല്ലാവരും അത്ര നല്ലവരാവണമെന്നൊന്നും ഇല്ല. ഞാൻ പറഞ്ഞില്ല, ഇപ്പോൾ എൻ്റെ ഷോപ്പിൽ ഒന്നല്ല ഞാൻ പറയുക വെച്ചാൽ ശരിക്കും ശ്രദ്ധിക്കണം, നിങ്ങൾ എല്ലാവരെയും ശ്രദ്ധിക്കണം എന്ന് ഞാൻ പറയലുണ്ട്. വേറൊന്നുമില്ല,
ഇവരെ കയ്യിൽ നിന്ന് അബദ്ധത്തിൽ വരാം. ഇനിയിപ്പോൾ മനഃപൂർവ്വം ചെയ്യുന്നവർ ഉണ്ടാവാൻ നമ്മളെ ഷോപ്പിൽ എന്തായാലും ഇല്ല. കാരണം എൻ്റെ ഷോപ്പിലുള്ളവരൊക്കെ എന്നെ കണ്ടാത് പഠിക്കുന്നത്, എൻ്റെ റൂൾസ് അവർ ഫോളോ ചെയ്യുന്നത്, എൻ്റെ ഉപദേശങ്ങളൊക്കെ കേൾക്കുന്നത്, എൻ്റെ മീറ്റിങ്ങിലൊക്കെ ഞാൻ കൊടുക്കുന്ന ക്ലാസ്സുകൾ ഇവർ സ്വീകരിക്കുന്നത്. അതുകൊണ്ട് തന്നെ അത്യാവശ്യം നല്ല ദൈവഭയമുണ്ട്, അത്യാവശ്യം സത്യസന്ധത നല്ലോണമുണ്ട് എൻ്റെ സ്റ്റാഫിനെന്നുള്ള കാര്യത്തിൽ ഒരു സംശയമില്ല. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് ഈ സാധനം മിസ്സായിട്ടും എൻ്റെ സ്റ്റാഫിനെ കൊണ്ടു തന്നെ ഇതാ ഇപ്പോൾ ചോട്ടെ ഇങ്ങനെ ഒരു സാധനം കിട്ടിയെന്ന് പറഞ്ഞിട്ട് അവർ കൊണ്ടു തന്നെ. അവർ വേറെ ഉടായ്പാണെങ്കിൽ അവർക്ക് എന്താ മാറ്റി വെക്കാം. പക്ഷേ നമ്മളെ ഷോപ്പിലെ സ്റ്റാഫെല്ലാം കറക്റ്റാണ്. പക്ഷേ ഞാൻ പറയാം, എല്ലാവരും ഒരിക്കലും ഒരുപോലല്ല. ഞാൻ പറഞ്ഞില്ലേ, എത്ര ഇപ്പോൾ വലിയൊരു ഷോപ്പല്ലെങ്കിൽ ഒരുപാട് ആൾക്കാരുണ്ട്, അവിടെ പല സ്വഭാവമുള്ള ആൾക്കാരുണ്ടാവും. എല്ലാവരും ഒരിക്കലും ഒരേ സ്വഭാവം ആയിരിക്കില്ല എന്നുള്ളതാണ് എനിക്ക് പറയാനുള്ളത്. അപ്പോൾ നിങ്ങളെ കണ്ണ് എപ്പോഴും നിങ്ങൾ കൊണ്ടുവന്ന പഴയ സ്വർണ്ണത്തിൻ്റെ മുകളിലുണ്ടാവണം. അതുപോലെ പുതിയത് വാങ്ങുന്നതിൻ്റെ കുഴപ്പമില്ല അല്ലേ, അതിൽ ബില്ല് കലശം വരാം, അതിൽ ബില്ല് വന്നു, ബില്ല് ഡീറ്റെയിൽ ഫുള്ളുണ്ട്. അപ്പോൾ നിങ്ങൾക്കൊന്നും ചിന്തിക്കാനില്ല. പക്ഷേ പഴയതിന് നിങ്ങളെ കയ്യിൽ കണക്കുണ്ടാവില്ല, നിങ്ങൾക്ക് അങ്ങനെ പഴയതിൻ്റെ ബില്ലും ഉണ്ടാവില്ല. അപ്പം പഴയ സ്വർണ്ണം എക്സ്ചേഞ്ച് ആക്കുമ്പോൾ ഉള്ളതെന്ന് വെച്ചാൽ അത്രയധികം ശ്രദ്ധിക്കണം. ഇന്നത്തെ വില സ്വർണ്ണത്തിന് വലിയ വിലയാണ്. ഒരു പൊടി മിസ്സായാൽ, ഒരു പൊടി വേറൊരാൾക്ക് കിട്ടിക്കഴിഞ്ഞാൽ ചിലപ്പോൾ അവർ തിരിച്ചു തരില്ല. കാണുന്നില്ലല്ലേ, ഇപ്പം ചെയിനെല്ലാം മിസ്സായി കഴിഞ്ഞാൽ തിരിച്ചു കിട്ടിയവൻ ഒരിക്കലും തരുമല്ലോ. കാരണം ഇതിൻ്റെ വില അത്രയാണ്. പണം കണ്ട ആരുടെ ആയാലും കണ്ണൊന്ന് മഞ്ഞളിക്കും. അപ്പോൾ അവർ ഒരിക്കലും തിരിച്ചു തരൂല. അതുപോലെ ഞാൻ പറഞ്ഞില്ലേ, ഒരു ഷോപ്പിലായാലും പല സ്വഭാവക്കാരുണ്ടാവും. അപ്പം നിങ്ങളെ ഭാഗം ശ്രദ്ധിക്കുമെന്ന് എനിക്ക് പറയാനുള്ള. ഏതായാലും നമ്മളെ ബിന്ദു ചേച്ചി വൈകുന്നേരം വരാനുണ്ട്. ഒരു ബ്രേസ്ലെറ്റ് കൂടി ഓർഡർ ആയിട്ടുണ്ട്. അപ്പോൾ അത് കൊടുക്കാൻ വേണ്ടി വരുന്നുണ്ട്. ആ സമയത്ത് ബിന്ദു ചേച്ചിനെ കൂടി നമ്മൾ പരിചയപ്പെടുത്താമെന്നാണ് പറയാനുള്ളത്. അല്ലേ സുധി അപ്പോഴത്തേക്ക് പോകും കേട്ടോ. രാവിലെ തന്നെ ചുമ്മാ കമ്പൽ വന്നിട്ട് ഞാൻ പറഞ്ഞു ഇന്ന് പോകണ്ട, ലീവാക്കൊന്നും മറ്റ് ഇവിടെ വന്ന് കഴിഞ്ഞിട്ടേ ഉള്ള ആള്. അപ്പോൾ ഏതായാലും നമുക്ക് വൈകുന്നേരം കാണാം. ഓക്കെ, നമ്മളെ ബിന്ദു വെച്ച് എത്തിയിട്ടുണ്ടേ. ഞാൻ പറഞ്ഞ നമ്മളെ ലോക്കറ്റ് മിസ്സായ. അപ്പോൾ ബിന്ദു വെച്ചിൻ്റെ കൂടെ ആരാ ബിന്ദു വെച്ച്? അടുത്ത കൂടെ വന്നിട്ടുള്ളല്ലേ. അപ്പോൾ ബിന്ദു വെച്ച് ഇതെങ്ങനെയാന്ന് മിസ്സായത് നിങ്ങൾ അറിഞ്ഞാ? ശരിക്ക് മനസ്സിലായില്ല. ബില്ല് നോക്കിയിട്ട് കണക്ക് നോക്കിയ പക്ഷെ തൂക്കം അങ്ങനെ നിങ്ങൾ ശ്രദ്ധിക്കുന്നില്ലല്ലേ? ഇല്ല, അതിന്റെ കണക്ക് നമുക്ക് അത്ര അറിയില്ല. അപ്പോൾ ഇനി വ്യക്തമായിട്ട് ശ്രദ്ധിക്കണം. ഇപ്പൊ നിങ്ങൾ ഒരു പിന്നെ ജ്വല്ലറിയിൽ പോയി കഴിഞ്ഞിട്ടുണ്ടല്ലോ, വേഗം ഉണ്ടല്ലോ, ആദ്യം പഴയ സ്വർണം ഇതിനകത്ത് ഒരുമിച്ചിടുക. എന്നിട്ട് തൂക്കം വെച്ചിട്ട് ഒരു കടലാസിൽ എഴുതി വാങ്ങണം. എന്നിട്ട് ഇനി ബാക്കിയുള്ള കാര്യം ചെയ്യാം. കാരണം ഇതിനകത്ത് ഇപ്പം നമ്മൾ എടുക്കുന്ന സമയത്ത് ഒരു കഷ്ണം നിലത്ത് വീണോ അല്ലെങ്കിൽ നിങ്ങൾക്ക് തിരിയൂലല്ലോ. അപ്പോൾ ഇനി മുതൽ വളരെയധികം ശ്രദ്ധിക്കുക. കാരണം ഇത്ര വലിയ സാധനം മിസ്സായിട്ട് നിങ്ങൾ അറിയുന്നില്ലല്ലോ. അപ്പോൾ എന്തായാലും സന്തോഷമായല്ല. നല്ല കഥ. ഇതല്ലേ ബ്രേസ്ലെറ്റ് അല്ലേ? അപ്പോൾ ഇതാ ബിന്ദു വെച്ച് വേറൊരു നല്ലൊരു ബ്രേസ്ലെറ്റ് കൂടി വാങ്ങിയിട്ട് കേട്ടാ. ഓക്കെ, ഇതിൻ്റെ ലോക്കറ്റല്ലേ? ഓർമ്മയില്ലേ നിങ്ങൾക്ക്? അല്ല, നമ്മൾ ക്യാമറയിൽ ജസ്റ്റ് നോക്കിനി. ഓക്കെ അല്ലേ? അപ്പൊ നമുക്ക് ഇതിന്റെ പിന്നെ എക്സ്ചേഞ്ച് ഒക്കെ പോലെ അല്ലേ? അപ്പൊ ഇത് കിട്ടിയ ആൾ ഇതാണ് കേട്ടോ, വിജേഷാന്ന്. ഇത് കിട്ടിയപാട് കൊണ്ടുതന്നെ വിജയോട്ടെ ഇങ്ങനെ ഒരു സാധനം ഇടേണ്ട ആരതോ ആന്നും പറഞ്ഞിട്ട്. അപ്പൊ വിജേഷിനൊരു കയ്യടിയല്ലേ? ഞാനല്ല, വരുമ്പോ ഒരു കണക്ക് കൂട്ടിട്ടാ വന്നിന് വാങ്ങണ്ട ചൈന് വാങ്ങിട്ട്. അപ്പൊ എമൗണ്ട് അങ്ങോട്ട് കൊടുക്കാത്ത ഒരു ഇതിലുള്ള കണക്ക്. അപ്പൊ വീട്ടിലെത്തിട്ട് പിന്നെയും ഇത് നോക്കുമ്പോ ഇന്നലെ രാത്രിക്ക് പറഞ്ഞിങ്ങനെ. അപ്പൊ സംഗതി ഇതാണ് പ്രശ്നം പറ്റിയ ലോക്കറ്റാണ് നമ്മളെ ഇന്നത്തെ വിഷയം. ഏതായാലും ഇത് നിങ്ങളെ കയ്യിലാണ് തിരിച്ചു വിളിച്ചതോട് നമ്മൾ അറിഞ്ഞില്ലേ? അപ്പൊ ഏതായാലും ഇത് നിങ്ങളെ കയ്യിലൊന്ന് തരാം. നിങ്ങളൊന്ന് വാങ്ങ്. കാരണം കളഞ്ഞു പോയൊരു സാധനം കൈ കിട്ടിയല്ല. തിരിച്ചു അപ്പൊ ജസ്റ്റ് ഇത് എക്സ്ചേഞ്ചിലേക്ക് മാറ്റിക്കോട്ടെ. അതുപോലെ ബിന്ദു വെച്ച് എന്തായാലും നല്ല ഹാപ്പി ആയി കേട്ടാ. അപ്പോൾ നമ്മൾ വീഡിയോ കാണുന്നതിനോട് ഞാൻ ഒരു കാര്യം പറയാം. നമുക്ക് ഇതുപോലൊരു സാധനം കിട്ടിയാൽ സാമ്പത്തികമായി നമുക്ക് അത്യാവശ്യം നേട്ടം ഉണ്ടാവുമായിരിക്കും. അത് താൽക്കാലികം മാത്രം. നേരെ മറിച്ച് അത് തിരിച്ചു കൊടുക്കുമ്പോണ്ടല്ല, നമുക്ക് ആയുഷ്കാലം മുഴുവൻ നല്ലൊരു ബന്ധം കിട്ടി. മാത്രമല്ല അവരുടെ വിശ്വാസവും നമുക്ക് കിട്ടി. ശരിക്കും ഒരാളുടെ വിശ്വാസം നമുക്ക് കിട്ടുക എന്നുള്ളതാണ് നമ്മുടെ ഏറ്റവും വലിയ സമ്പത്ത്. സത്യസന്ധമായി നമ്മൾ ജീവിക്കാൻ ശീലിച്ചാലുണ്ടല്ല, സമ്പത്തുണ്ടല്ല നമ്മളെ തേടി വരും. അംഗീകാരവും ഒക്കെ നമ്മളെ തേടി വരുന്നതാണ് എൻ്റെ ഇതുവരെയുള്ള അനുഭവം.